Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു മഷ്റൂം റൈസിന്റെ റെസിപ്പിയാണ്. മഷ്റൂം റൈസ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. മഷ്റൂം റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ വേണം. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കരിയാതിരിക്കാനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കാം, സൺഫ്ലവർ ഓയിലോട്ട്. ബട്ടറിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് 1-2 ചേർക്കാം, എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാൻ ചെറിയ 2 പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കുന്നത് സവോള ഒന്ന് സോഫ്റ്റ് ആവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇപ്പോൾ ചേർത്തേക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്. അത് കണക്കാക്കി വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇവിടെ സവോള വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി, വെളുത്തുള്ളിയുടെ ഒക്കെ റോ സ്മെല്ല് മാറി നല്ലൊരു മണം വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കോൺ ചേർക്കണം. ബേബി കോണാണ്, ഇതേപോലെ കിട്ടും. ഇത് സ്ലൈസ് ചെയ്ത് 2 എണ്ണം, ഈ സൈസിലുള്ള 2 ബേബി കോണാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മഷ്റൂം, ഒരു 150 ഗ്രാം മഷ്റൂം മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 കപ്പ് നിറച്ചാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. യൂഷ്വലി നമുക്ക് ഈ ബട്ടൺ മഷ്റൂംസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ബട്ടൺ മഷ്റൂംസ് സാധാരണ കിട്ടുന്ന 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക്, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. ഒരു സിമ്പിൾ റൈസാണ്, പെട്ടെന്ന് രാവിലെ ടിഫിൻ ബോക്സ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു മിക്സർ ഉണ്ടാക്കി വേണം വെക്കാം. ചോറ് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ മഷ്റൂംസ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് പറ്റണം, അതുവരെ വഴറ്റിയെടുക്കുക. മഷ്റൂം റൈസിനുള്ള മിക്സർ റെഡിയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് ഇടുക. ഞാൻ നേരത്തെ ബട്ടർ ചേർത്തുകൊണ്ട് എനിക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കറക്റ്റാണ്. ഇതിനകത്തേക്ക് റൈസ് 3 കപ്പ് കുക്ക്ഡ് റൈസാണ്. ഞാൻ ബസ്മതി കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നന്നായിട്ട് മല്ലിയില ഇടാം. പാഴ്സല ഇഷ്ടമാണെങ്കിൽ പാഴ്സല യൂസ് ചെയ്യാം. എന്താ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിന് എടുത്തേക്കുന്നത് 3 കപ്പ് കുക്ക്ഡ് റൈസാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് ബസ്മതി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 കപ്പ് കുക്ക്ഡ് റൈസാണ്. ഇവിടെ നമ്മൾ 3 കപ്പ് കുക്ക്ഡ് റൈസ് ഉപയോഗിച്ചു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബട്ടറിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ എക്സ്ട്രാ ചേർക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അധികം ബട്ടറൊന്നും ഇല്ലാതെ കുക്ക് ചെയ്തെടുക്കാം. ഇനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കുക്ക്ഡ് റൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 2 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പോർഷനാണ്. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട് രാവിലെ സമയമില്ലാതെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.